കഴിഞ്ഞ നാളുകളിൽ കയ്യേറ്റ വിവാദത്തിൽ ഉൾപ്പെട്ട പരുന്തുംപാറയും പരിസര പ്രദേശങ്ങളും സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസും ജില്ലാ നേതാക്കളും സന്ദർശനം നടത്തി. അനുമതിയോടുകൂടി സെൻഡ് ചെയ്യും. എന്നിട്ട് അവരെ രക്ഷിക്കാൻ എന്ത് ചെയ്യും? അവരെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായ ഈ പുതിയ ആളുകളൊക്കെ ചിലപ്പോൾ ശ്രീ സി.വി. വർഗീസിനൊപ്പം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി.എസ്. രാജൻ, ആർ. തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം ജി. വിജയാനന്ദ്, എം. തങ്കതുരൈ, പീരുമേട് ഏരിയ സെക്രട്ടറി എസ്. സാബു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ. ബി. സിജിമോൻ, വൈ. എം. ബെന്നി, വി. എസ്. പ്രസന്നൻ തുടങ്ങിയ നേതാക്കളും സന്ദർശനത്തിൽ പങ്കെടുത്തു. ഈ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം തുടർന്ന് വിവാദ ഭൂമി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലും സന്ദർശനം നടത്തി. തുടർന്ന് ഈ പ്രദേശങ്ങളിൽ കാലാകാലങ്ങളായി ജനങ്ങൾ ജീവിച്ചു വന്നിരുന്നതായും 1959 മുതൽ ഭൂമി കൈവശം വെച്ചിട്ടുള്ളതിന്റെ രേഖകൾ ഇവരുടെയൊക്കെ പക്കലുള്ളതായും സംഘം വിലയിരുത്തി. 1962 1964 പട്ടയം നൽകപ്പെട്ട വസ്തുക്കൾ പിന്നീട് കൈമാറ്റം ചെയ്ത് വന്നിട്ടുള്ളതും അത് മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവർ വാങ്ങിയിട്ടുള്ളതുമായി സംഘം വിലയിരുത്തുകയുണ്ടായി. രാജഭരണകാലത്ത് ലഭിച്ച ചെമ്പു പട്ടയമടക്കം ഈ പ്രദേശങ്ങളിലുണ്ട് എന്നും സംഘം വിലയിരുത്തി. പരുന്തുംപാറ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പ്രദേശത്ത് കയ്യേറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അതിന്റെ പരിസര പ്രദേശമായ ഗ്രാമ്പി കൊക്ക പ്രദേശത്തും കല്ലാർ ഓട്ടപ്പാലം പ്രദേശത്തും ജനങ്ങൾ അധിവസിക്കുന്നതായും ആ പ്രദേശമാണ് കച്ചവടം നടത്തപ്പെട്ടിട്ടുള്ളതായും സംഘം വിലയിരുത്തുകയുണ്ടായി. കയ്യേറ്റം ആരോപിക്കപ്പെടുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘം കയ്യേറ്റക്കാർക്കൊപ്പമല്ല എന്നും ഈ പ്രദേശത്ത് കയ്യേറ്റം നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഗവൺമെന്റ് കണ്ടെത്തേണ്ടതാണ് എന്നും, എന്നാൽ കയ്യേറ്റത്തിന്റെ പേരും പറഞ്ഞ് ഈ പ്രദേശത്തെ കർഷകരെയും ഈ പ്രദേശത്ത് ഭൂമി വാങ്ങി വീട് വെക്കുന്ന ന്യായമായ രേഖയുള്ളവരെയും ഉപദ്രവിക്കുന്ന സമീപനം ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും അവസാനിപ്പിക്കണമെന്നും കയ്യേറ്റമുണ്ട് എങ്കിൽ ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാണ് എന്ന CPM-ന്റെ നിലപാട് എന്നും ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് വിശദമാക്കുകയുണ്ടായി. ദേശത്തിന്റെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കാതെ മെയ് മാസം 2-ാം തീയതി വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലാ ഭരണകൂടത്തിന്റെ നിലപാട് പരിശോധിക്കണമെന്നും സി.വി. വർഗീസ് പറഞ്ഞു. തർക്കഭൂമി എന്ന് പറയുന്ന ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പതിറ്റാണ്ടുകളായി കൈവശം വെച്ച് സർക്കാർ സംയുക്ത പരിശോധന നടത്തി ഭൂമി കൊടുത്തിട്ടുള്ള ആളുകളില്ല. ഇവിടെ വനഭൂമിയും റവന്യൂ ഭൂമിയും സംബന്ധിച്ച് അതിർത്തി നിശ്ചയിച്ച് ജണ്ടയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊരാളുകൾക്ക് വന്നാലും കണ്ടാൽ അറിയാം, പതിറ്റാണ്ടുകളായി ജണ്ട നിലനിൽക്കുന്നുണ്ട്. കൃത്യമായൊരു മലയുടെ ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്രദേശത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ കയ്യേറിട്ട് ജണ്ടയെ മറികടന്ന് ഇപ്പോഴോട്ട് റവന്യൂ ഭൂമിയിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കയ്യേറിയിട്ടുണ്ട്. അതുകൊണ്ട് റവന്യൂ ഭൂമി അനധികൃതമായി കയ്യേറിയിട്ടുള്ള വനംവകുപ്പിൻ്റെ നടപടിയും തെറ്റാണ്. ഇവിടെ ആരെങ്കിലും സർക്കാർ നിശ്ചയിച്ച സർക്കാരിൻ്റെ ഭൂമിയിൽ 1 ഇഞ്ച് ഭൂമിയെങ്കിലും കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവരെ പൂർണ്ണമായ നിഷ്കരണമായി അവിടെ നിന്ന് ഒഴിവാക്കണം എന്ന നിലപാടാണ് നമുക്കുള്ളത്. എന്നാൽ അതിൻ്റെ പേരിൽ നിരപരാധികളായ പതിറ്റാണ്ടുകളായി കൈവശ ഭൂമി വെച്ചിട്ടുള്ളവരും പട്ടയം ലഭിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ തലമുറകളായി കൈമാറ്റം ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകൾ, ആ ഒരാളുകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് CPM. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചൊരു സവിശേഷമായ സ്ഥിതി രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ടൂറിസം പ്രാധാന്യമുള്ള പല പ്രദേശത്തും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ മൗനാനുഭവത്തോടു കൂടി കയ്യേറും. എന്നിട്ട് ആ കയ്യേറ്റം വെളിയിലേക്ക് വരുമ്പോൾ അവരെ ഇറക്കാൻ വേണ്ടി സ്വാഭാവിക നടപടിയിലേക്ക് വരും. ആ നടപടിയിൽ നിന്നും അവരെ തങ്ങളുടെ ഇഷ്ടക്കാരായി അവരെ രക്ഷിക്കാൻ വേണ്ടി നിരപരാധികളായ ആളുകൾക്ക് നോട്ടീസ് കൊടുത്ത് വലിയ നിലയിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ച് അതിൻ്റെ ഭാഗമായി പോകും. ഇവിടെ നിന്ന് ഇതിനകത്തെല്ലാം നടപടി സ്വീകരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ മാറ്റി നിർത്തി പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ്. കാരണം ഇവിടെ മാറ്റി, ഇവിടെ നേരത്തെ നിന്നിരുന്ന ആളുകളെ മാറ്റി പുതിയൊരു ടീമിനെ വെച്ചാൽ ഇവരും സ്വാഭാവികമായും അവരുടെ ഒരു ശൃംഖലയായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തി സംസ്ഥാന ഗവൺമെൻറ്റിന് ഈ കയ്യേറ്റം സംബന്ധിച്ചുള്ള സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേകമായി ഗവൺമെൻറ് വിശ്വസ്തമായിട്ടുള്ളൊരു ടീമിനെ വെക്കണമെന്നാണ് CPM.
മറ്റൊരു കാര്യം, ഇപ്പം മൂന്ന് വില്ലേജുകളെ പൂർണ്ണമായും ഇപ്പോൾ നിർമ്മാണ നിരോധനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഇപ്പോൾ നിർമ്മാണ നിരോധന ത്തിന് വേണ്ടിയുള്ള നിർമ്മാണ നിരോധനം നടത്തിക്കൊണ്ടുള്ള ഓർഡിനൻസ് പ്രഖ്യാപിച്ചിരിക്കുക. അത് അങ്ങേയറ്റം തെറ്റായ കാര്യം. കാരണം എന്തെങ്കിലും ആളുകൾക്കിടയിലുണ്ടെങ്കിൽ അവരുടെ പേര് നടപടിയെടുക്കണം, കൊണ്ടുവരണം എന്നുള്ള മനസ്സിലാവും. ഇതെന്താ സ്ഥിതി? വണ്ടിപ്പെരിയാറ്, പീരുമേട് 2 പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട മേഖലകളിൽ ഈ ഘട്ടത്തിൽ നടത്തേണ്ട പദ്ധതികളൊന്നും നടപ്പാക്കാൻ പറ്റില്ല. അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഇതാ, CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജില്ലയിലെ ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തിയിട്ടുള്ള 2 പഞ്ചായത്തുകളാണ്. അപ്പോൾ ആ പഞ്ചായത്തുകളിൽ നിർമ്മാണ നിരോധനം പ്രഖ്യാപിക്കപ്പെടുക എന്നതിൻ്റെ ഭാഗമായി എന്ത് വരുന്നു? മാർച്ച് 31 കൂടി പദ്ധതി നടപ്പാക്കുക. ലൈഫ് പദ്ധതി പണിയാനുണ്ട്, റോഡുകളുടെ പണി നടക്കണം, MLA-മാരുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ അതെല്ലാം തകർക്കുക എന്ന് വെച്ചാൽ നിർമ്മാണം കൊണ്ടതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്ന വളരെ കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ പിന്നിൽ. അതുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം മാറ്റി നിർത്തി 144 പ്രഖ്യാപിക്കപ്പെടുന്നത് പ്രായോഗികമല്ല എന്ന നിലപാട് CPM എടുത്തിട്ടുള്ളത്. ഈ കാര്യത്തിനകത്ത് വ്യക്തമായ സമീപനം ഉണ്ടാവണം. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് നിരോധാജ്ഞ ഈ പ്രദേശത്ത് കയ്യേറ്റമുണ്ട് എങ്കിൽ അത് ഒഴിപ്പിക്കേണ്ടതാണ് എന്നും, എന്നാൽ അതിൻ്റെ പേരിൽ ഇപ്പോൾ ചില സ്ഥാപിത താൽപ്പര്യക്കാർ അഴിച്ചുവിടുന്ന കുപ്രചരണങ്ങളുടെ പിന്നാലെ പായുകയല്ല വേണ്ടത് എന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. പ്രശ്നങ്ങൾ യഥാവിധി പഠിക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ വിശ്വസ്തരായ ടീമിനെ നിയോഗിക്കണമെന്നും കാര്യങ്ങൾ നിഷ്പക്ഷമായി പഠിച്ച് പരുന്തുംപാറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ടു പോകുന്നതിന് സഹായകരമാകണമെന്നും CB വർഗീസ് ആവശ്യപ്പെട്ടു.